കൊച്ചി നഗരസഭയുടെ 76-ാം ഡിവിഷൻ UDF സാരഥി റോസ്മേരി വിൽസണും സഹപ്രവർത്തകരും നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്ന് ഡിവിഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ UDFിൻ്റെ പ്രകടന പത്രികകളും എല്ലാം നൽകിക്കൊണ്ട് പ്രചരണ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഇവർ നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ? വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. നല്ല പ്രതികരണം, ആളുകളിൽ നിന്ന് നല്ല പ്രതികരണം ചെല്ലുമ്പോൾ ഡിവിഷനിൽ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഡിവിഷനിൽ ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണം. നമുക്കറിയാം ബ്രഹ്മപുരത്ത് നടന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും വളരെ എന്താ പറയുക, നമ്മളോട് വളരെയധികം നല്ല രീതിയിൽ പെരുമാറുന്നു. ഇനിയൊരു മാറ്റം വരണം. ഇനിയൊരു മാറ്റം വന്നാലേ ഇവിടുത്തെ ഡിവിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല വികസനം കാഴ്ചവെക്കാൻ പറ്റൂ, നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ, വീടുകൾ കയറി ചെല്ലുമ്പോൾ വളരെ സൗമ്യതയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. ചില റോഡുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ഈ വെള്ളക്കെട്ട് മൂലം ചെളി കുമിഞ്ഞു കിടക്കുന്ന ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ വഴികളിലൊക്കെ പിന്നെ പൈപ്പുകൾ പൊട്ടി ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷം കാണാറുണ്ട്. അതെല്ലാം നമ്മളെ കാണിച്ചു തന്നിട്ടാണ് അവർ പറയുന്നത് റോസ്മേരി വരണം, മോള് വരണം. വളരെ സ്നേഹത്തോടെയാണ് അമ്മമാരെ സ്വീകരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഈ ഡിവിഷനിലെ പ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇത്തരത്തിലൊരു ഇതിലേക്ക് പാർട്ടി നിയോഗിച്ചപ്പോൾ എന്ത് തോന്നുന്നു? അതിന് സത്യത്തിൽ പാർട്ടി എന്നെ ഇവിടെ നിയോഗിച്ചപ്പോൾ ആദ്യം ഡിവിഷൻ്റെ പ്രവർത്തനം വളരെ നന്നായി പഠിച്ച ഒരാൾ തന്നെയാണ്. കാരണം ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. 20 വർഷക്കാലം ഈ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ വിൽസൺ, എൻ്റെ ഭർത്താവ്, ഫുട്ബോൾ പ്ലെയറാണ്. അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ട്. ഞങ്ങൾ പഠിച്ചവർ, എൻ്റെ കൂടെ പഠിച്ചവർ, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവർ. അപ്പോൾ ഈ ഡിവിഷൻ്റെ പ്രശ്നങ്ങൾ 10-30 വർഷക്കാലമായി ഞങ്ങൾക്ക് നന്നായി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡിവിഷൻ്റെ ഓരോ മുക്കിലും മൂലയും എന്തൊക്കെ വേണം, എവിടെയൊക്കെ വേണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങളും പഠിച്ച് ആ പ്രദേശത്തുള്ള എല്ലാവരുമായും, റെസിഡൻസ് അസോസിയേഷനും അയൽക്കൂട്ടങ്ങളുമായും കൂടിച്ചേർന്ന് ആലോചിച്ച് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് എൻ്റെ തീരുമാനം. ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വളരെ നാളുകളായിട്ട് റോസ്മേരി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തന പാരമ്പര്യം, അതിൻ്റെ ഒരു പിൻബലത്തോടു കൂടെയൊക്കെ തന്നെയാണല്ലോ മത്സരരംഗത്തേക്ക് വരുന്നത്. അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കൊച്ചി താലൂക്കിൻ്റെ വൈസ് ചെയർപേഴ്സണാണ്. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഈ കോവിഡ് കാലത്ത്, പിന്നെ ഈ പ്രളയകാലത്തൊക്കെ ഞങ്ങളുടെ നിറസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, അങ്ങനെ രാഷ്ട്രീയ തലങ്ങളിലും സാമൂഹിക തലങ്ങളിലും സാമുദായിക തലങ്ങളിലും സമൂഹത്ത് നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, അതായത് ഗ്യാസിൻ്റെ വില വർധന, കരണ്ട് വെള്ളം കരം കൂട്ടിയത്, പിന്നെ വീടിൻ്റെ ടാക്സ് വർധനയ്ക്കെതിരെയൊക്കെ പ്രതിഷേധ രംഗത്ത് ഞാൻ തീർച്ചയായും മുന്നിലുണ്ടായിരുന്നു. എന്നെപ്പോലുള്ള സാധാരണ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന ഭരിക്കുന്നവരുടെ കെടുകാര്യസ്ഥത മൂലം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം. അതിനുവേണ്ടി ഞാൻ എന്നും ഇവിടെ ഡിവിഷനൊപ്പം ഉണ്ടാകും, എല്ലാവരുടെയും കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് പറയുന്നു? ഈ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ ഡിവിഷൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവത്തെ സംബന്ധിച്ചും ഇവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലയളവിലെ ഭരണ നേതൃത്വത്തിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ എന്താണ് പറയാനുള്ളത്? നമുക്കറിയാം, കഴിഞ്ഞ 35 വർഷക്കാലത്തെ ദുർഭരണത്തിന് ശേഷമാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ ടോണി ചമ്മണിയുടെ നേതൃത്വത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ. മാലിന്യ പ്രശ്നം അത് വലിയ പ്രശ്നമാണ്. നമുക്കിവിടെ എല്ലായിടത്തും കുമിഞ്ഞുകൂടുന്ന മാലിന്യ കൂനകളാണ് കാണുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ഒരു മാലിന്യ സംസ്കരണത്തിനായുള്ള ശ്രദ്ധ പോലുമില്ല. ഇപ്പോൾ പോലും ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഇവിടുത്തെ മാലിന്യം മാറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുക. ഫോർട്ട് കൊച്ചി വെളി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡിവിഷനാണ്. അപ്പോൾ ആ വലിയ ഡിവിഷനിൽ ഒരു ഗവൺമെൻറ് സ്കൂളും അതുപോലെ തന്നെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഫുട്ബോൾ ടർഫും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൻ്റെ ശോചനീയാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇതേ അവസ്ഥ തന്നെയാണ് പരേഡ് ഗ്രൗണ്ടിലൊക്കെ ഉള്ളൂ. പക്ഷേ ഫോർട്ട് കൊച്ചി വെളിയിൽ അത് പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കിയ മൈതാനം പോലും കൃത്യമായി പരിപാലിക്കാനായിട്ട് കഴിഞ്ഞ ഭരണസമിതിക്കോ കൗൺസിലേഴ്സിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു വിഷയങ്ങൾ, ഇപ്പോൾ നേരത്തെ നമ്മളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു, സ്ഥാനാർത്ഥി ഇവിടെ വളരെ ജനകീയമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
കാരണം നമ്മൾ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയല്ല, അല്ലെങ്കിൽ ആരുടെയോ ഒരു നോമിനി ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയല്ല, ജനങ്ങളിൽ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ഥാനാർത്ഥിയാണ്. എല്ലാ മേഖലകളിലും സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ മുഖമുദ്ര പതിപ്പിച്ച റോസ്മേരി വിൽസൺ ഇവിടെ നിന്ന് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. അടിപൊളിയാണ്. ഞങ്ങൾ അവിടെ വെച്ച അയൽവാസികളായിരുന്നു, പിന്നെ പണ്ടേ പരിചയമുള്ളതാണ്. വിൽസനെ അറിയാം. നമ്മളുടെ ഈ ഡിവിഷനിൽ വനിതകളുടെ ഒരു സ്ത്രീ ശാക്തീകരണം, അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായും അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഇവിടെയുള്ള അയൽക്കൂട്ടങ്ങളിൽ പകുതിയിലധികവും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ ഡിവിഷനിലെ എല്ലാ അയൽക്കൂട്ട അംഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത്, എല്ലാ അയൽക്കൂട്ട അംഗങ്ങളെയും സ്ത്രീകളെ ഒരുമിച്ച് ചേർത്ത്, എൻ്റെ സഹോദരിമാർ തന്നെയാണ്, അവരെ ഒരുമിച്ച് ചേർത്ത് സ്ത്രീ ശാക്തീകരണത്തിനായി ഒരു ചെറിയ സ്വയം തൊഴിൽ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. ചെറുകിട വ്യവസായങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങി അവരെ മുഖ്യധാരയിലേക്ക് സാമ്പത്തികമായി ഉയർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒത്തിരിയേറെ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ വനിതകളെ ഒരുമിച്ച് ചേർത്ത്, ഇവിടെയുള്ള എല്ലാ സഹോദരിമാരെയും ഒരുമിച്ച് ചേർത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം കൂടി എനിക്കുണ്ട്. നല്ല കാര്യം, നാടിന് വേണ്ടി, വാർഡിന് വേണ്ടി നല്ലത് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. ചെയ്യും, വോട്ട് ജയിപ്പിക്കും, അത്ര തന്നെ. റോസ്മേരി ചേച്ചി വീണ്ടും നമ്മുടെ ഈ ഡിവിഷനിലേക്ക് വന്നാൽ ഒത്തിരി കുറേ കാര്യങ്ങൾ ചേച്ചിക്ക് ചെയ്യാനുണ്ട്. അത് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. റോസ്മേരി ചേച്ചി തന്നെ വരും. ഞങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റം ആവശ്യമുണ്ട്, ഭരണമാറ്റം ആവശ്യമുണ്ട്. റോസ്മേരി ചേച്ചി വഴി ഞങ്ങൾക്കത് കിട്ടും എന്ന് ഉറപ്പുണ്ട്. സന്തോഷം, നമ്മൾ തന്നെ ജയിച്ചിരിക്കും. പൊതുവായിട്ട് നമ്മുടെ UDF-നെ സംബന്ധിച്ചും ഈ ഡിവിഷനിൽ നടപ്പിലാക്കുവാനും ഒക്കെ ഉദ്ദേശിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമുക്കിവിടെ തെരുവ് നായ ശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ ഞങ്ങളുടെ UDF-ൻ്റെ ഒരു പ്രത്യേക അജണ്ടയുണ്ട്. തെരുവ് നായ ശല്യത്തിനെതിരെ ഒന്ന് വന്ധ്യംകരണം, പിന്നെ പുനരധിവാസം. നായ്ക്കളെ മാറ്റിപ്പാർപ്പിച്ച് നമ്മളുടെ രാത്രി കാലങ്ങളിലും നടക്കുന്ന ആളുകൾക്ക് സുഗമമായി നടക്കുന്നതിന് വേണ്ടി ഒരു നായശല്യമില്ലാതെ ഈ നമ്മളുടെ ഡിവിഷനും അത് പ്രത്യേകമായി പരിഗണനയുണ്ടായി അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വേറെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നമ്മളുടെ വെള്ളക്കെട്ടിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 1-2 കനാലുകളുണ്ട്. അവിടെ ചെളി നിറഞ്ഞ് കോരാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതെല്ലാം ഒന്ന് കാനകൾ വൃത്തിയാക്കി വെള്ളക്കെട്ട് മാറ്റി നന്നായിട്ട് നീരൊഴുക്കുണ്ടായി ആ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എത്രയും വേഗം കാണണമെന്ന് തന്നെയാണ് എൻ്റെ ഒരാഗ്രഹം. വയോജനങ്ങളുമായി സംബന്ധിച്ച് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരു പകൽ വീടുണ്ട്. ഒരു പകൽ വീട് കൂടി നമ്മളുടെ മറ്റു പ്രദേശത്തെ, ഒരു സ്ഥലത്ത് മാത്രമാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, മറ്റു പ്രദേശത്ത് കൂടി മാറ്റി ഒരു പകൽ വീട് കൂടി ഉണ്ടാക്കി നമ്മുടെ വയോജനങ്ങൾക്ക് പകൽ വേളകളിൽ ആനന്ദകരമാക്കി അവരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് എനിക്ക്. ഇത്തവണ 76 ഡിവിഷനിൽ നല്ല ഭൂരിപക്ഷം തന്നെ റോസ്മേരി ജയിക്കും. അതിനുള്ള എല്ലാ സപ്പോർട്ടും ജനങ്ങളിൽ നിന്ന് കിട്ടും. നമ്മൾ ഈ വീടുകൾ പോകുന്നുണ്ടല്ലോ, ഭവന സന്ദർശനം, അവരുടെ ഒരു റിയാക്ഷൻ കണ്ടപ്പോൾ ഞങ്ങളുടെ കോൺഫിഡൻസ് ഒന്നും കൂടി. അതുകൊണ്ട് ഇത്തവണ 76 ഡിവിഷനിൽ കൈപ്പത്തിൽ ചിഹ്നം നമ്മുടെ പ്രിയങ്കരയായ റോസ്മേരി വിജയിച്ചിരിക്കും. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് പറയാനുള്ള സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് സ്പോർട്സിന് പുറകിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി കേരള ഫുട്ബോൾ അസോസിയേഷനായിട്ട് ടൈപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്കറിയാം ഇന്ന് എൻ്റെ കാലഘട്ടത്തിൽ കളിച്ച കുട്ടികളൊന്നും ഇപ്പോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റായിട്ട് ഏതെങ്കിലും ട്രയൽസിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നിനും എറണാകുളത്തേക്ക് വരുന്നില്ല. ഇവിടെ സ്പോർട്സ് ടോട്ടലി നില്ലാണ് ഇപ്പോൾ. ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഡിവിഷനിലെ ആളുകളുടേത്. അത് തീർച്ചയായിട്ടും ഞാൻ പരിഹരിക്കും. ഞാൻ ഇവരോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്.
വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നാൽ എല്ലാവർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളാണ്. നമ്മളുടെ ഇവിടെ നമ്മുടെ കുട്ടികളെ പിടിച്ചു നിർത്തുന്നതിനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. യുവാക്കൾ നമുക്കറിയാം എല്ലാവരും മൊബൈലിനടിമയാണ്. അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ കളിസ്ഥലമുണ്ട്, നമ്മുടെ ഗ്രൗണ്ട് ഉണ്ടല്ലോ, എല്ലാ യുവാക്കളെയും ചേർത്ത് നിർത്തി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് ഷട്ടിൽ കളിക്കാനായിരിക്കും, കുറച്ച് പേർക്ക് ഹോക്കി കളിക്കാൻ, അങ്ങനെ അവരെയൊക്കെ ചേർത്ത് നിർത്തി അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഗ്രൗണ്ട് വിശാലമായി അവർക്കായി തുറന്നു കൊടുക്കണം. അങ്ങനെ നമ്മുടെ യുവാക്കളെ ആ രീതിയിലൊക്കെ പിടിച്ചു നിർത്തി ഒരു രീതിയിലുള്ള ദുശീലങ്ങൾക്കും പോവാതെ ഈ ഡിവിഷനിലെ കുട്ടികളെ ചേർത്ത് നിർത്തണമെന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ട്. അത് നടക്കട്ടെ എന്ന് എപ്പോഴും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ യുവാക്കളെയും മറ്റ് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണ് റോസ്മേരി വിൽസൺ ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. UDF നടപ്പിലാക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് കൊച്ചി നഗരസഭയിലെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളാണെന്നുള്ള വിശ്വാസത്തോടു കൂടെ റോസ്മേരി വിൽസൺ ഇറങ്ങുമ്പോൾ അത് തൻ്റെ വിജയത്തിന് കരുത്തേകും എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. ഇത്തരത്തിൽ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുന്ന റോസ്മേരി വിൽസന് Metro 7 ന്യൂസിൻ്റെയും എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയാശംസകളും നേരുകയാണ്.